ജമ്മു കാശ്മീരിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും PDPയെ ഒപ്പം കൂട്ടുന്ന കാര്യത്തിൽ ഒരുവിധ സംശയം വേണ്ട എന്ന് AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ കാര്യമാണ്. PDPയുടെ അധ്യക്ഷ എന്നത് മെഹബൂബ മുഫ്തിയാണ്. നമുക്കറിയാം, കശ്മീരിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് മുമ്പ് BJPയും PDPയും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി. കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ അന്ന് PDPയും BJPയും തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തെറ്റായിരുന്നു എന്ന് പിന്നീട് മെഹബൂബ മുഫ്തി പറയുകയും ഉണ്ടായി. അതിനുശേഷമാണ് പൊതു താല്പര്യം നിലനിർത്തിക്കൊണ്ട് ഗുപ്കാർ സഖ്യം, അതായത് ഗുപ്കാർ അലയൻസ് രംഗത്ത് വന്നത്. അതിനകത്ത് സമാന മനസ്ഥിതിയുള്ള എല്ലാ പാർട്ടികളുടെയും യോജിച്ച കൂട്ടായ പ്രവർത്തനമായിരുന്നു ലക്ഷ്യം വെച്ചത്. ഇപ്പോഴും ആ സഖ്യം കൊണ്ടുവരാൻ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം അവിടെ മുൻകൈ എടുക്കുകയാണ്. അതായത് ആ സഖ്യത്തിൻ്റെ സാധ്യതകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം KC വേണുഗോപാൽ വ്യക്തമാക്കി. KC വേണുഗോപാൽ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്, കൃത്യമായും സംസ്ഥാന പദവി തിരികെ നൽകുന്നതും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ വിഷയം അത് ജനങ്ങളിലേക്ക് കൃത്യമായൊരു സർവേ നടത്തി അത് തിരികെ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള നടപടികൾ കോൺഗ്രസ് ത്വരിതപ്പെടുത്തും. അതിന് കാരണമാകുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിൽ തോന്നുന്ന രീതിയിൽ മനോജ് സിൻഹയ്ക്ക് ഭരിക്കാനല്ല അവിടെ അധികാരം കൊടുത്തിരിക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയത് തന്നെ ജനാധിപത്യം തിരിച്ച് സ്ഥാപിക്കപ്പെടാൻ തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പ് വിധിയെ അട്ടിമറിക്കാനാണ് BJPയുടെ നീക്കമെങ്കിൽ അത് നടക്കില്ല. പല രീതിയിൽ ദേശീയ മാധ്യമങ്ങളിൽ റിപ്പബ്ലിക് TV അടക്കമുള്ളവർ എല്ലാ തരത്തിലും BJPയെ പിന്തുണയ്ക്കാൻ വേണ്ടി സർവേ ഫലങ്ങൾ പോലും BJPക്ക് അനുകൂലമെന്ന തെറ്റിദ്ധാരണാജനകമായ വാർത്ത പടർത്തുകയാണ്. എന്നാൽ ഒക്ടോബർ 8 വരെ കാത്തിരിക്കൂ, യഥാർത്ഥ വിധി വരുമ്പോൾ BJP കൂടാരം കയറും എന്നുള്ള കാര്യമാണ് KC വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. മെഹബൂബ മുഫ്തിയുടെ പിതാവായ മുഫ്തി മുഹമ്മദ് സയ്യിദ് ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു അന്ന് BJPയുടെ കൂടെ കൂട്ടുകൂടാൻ ശ്രമിച്ചത്. അതിന് കിട്ടിയതോ വലിയ രീതിയിലുള്ള പ്രഹരമായിരുന്നു. വാസ്തവത്തിൽ അവിടെ BJPക്ക് പ്രതികൂലമായി നിൽക്കുന്ന നേതാക്കളെയെല്ലാം വീട്ടുതടങ്കൽ ഏർപ്പെടുത്തുകയും അവരെയൊക്കെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയും ഒക്കെ ആയിരുന്നു BJP ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഒരു മൊണോപോളി, അതായത് ഒരു രാജഭരണം എന്ന രീതിയിലേക്ക് BJP കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതായത് അധികാരം ലഭിക്കില്ല എന്ന് കണ്ടാൽ BJP ചെയ്യുന്നത് ഏകാധിപത്യ നടപടി തന്നെയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ ചെല്ലുന്നവർ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് നേരെ അങ്ങ് തട്ടിവിടും. ഇതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അമിത്ഷാ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇതിലൊന്നും ഭയക്കുന്നവനല്ല. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രക്തമാണ് ആ സിരകളിൽ ഓടുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ ഈ തട്ടുപൊളിപ്പൻ ഡയലോഗൊന്നും ഈ നൂറ്റാണ്ടിൽ ഈ കാലയളവിൽ ചിലവാകില്ല. ഇനി ഈ നാടകം കളിച്ചിട്ട് കാര്യവുമില്ല.